ഗൗരി പരിണയം. രചന ശ്രീലക്ഷ്മി പൊന്നൂർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. വിബിയുടെ കാറ് മുറ്റത്ത് വന്നപ്പോൾ തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. കാറിൽ നിന്നിറങ്ങിയ വൈദ്യുവിനെ കണ്ടവരുടെ മനസ്സ് നിറഞ്ഞു. നെറ്റിയിൽ കുങ്കുമ ചുവപ്പും കഴുതിൽ കിടക്കുന്ന താലിയും കവിളിലെ നാണത്തിന്റെ ചുവപ്പുമെല്ലാം അവൾ സന്തോഷത്തിലാണെന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. മഹേന്ദ്രൻ വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുത്തു. അയാളുടെ മനസ്സ് നിറഞ്ഞിരുന്നു അവളുടെ സന്തോഷം കണ്ടിട്ട്. രേണുക സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. വൈദ്യുതി കണ്ട് ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ചു. വിഷ്ണുവും ഗൗരിയും വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. വീരഭദ്രൻ സന്തോഷത്തോടെ വിബിയെ കെട്ടിപ്പിടിച്ചു. സരോജിനി അമ്മയും കാർത്തുവും ഇതെല്ലാം കണ്ട് ചിരിയോടെ നിന്നു. അങ്ങനെ അവരുടെ കാര്യം സെറ്റായി. എന്റെ വിഷമം മാത്രം ആരും കാണുന്നില്ലെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് കാർത്തുവിനെ വളച്ച് കുപ്പിയിലാക്കണം. ചെകുത്താൻ എന്നെ കുഴിയിലാക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. വിഷ്ണു ആലോചിച്ചുകൊണ്ട് നെടുവീർപ്പെട്ടു. ബിബി, നീ ഇനി ചളിയൊക്കെ നിർത്തണം. നീ ഇപ്പോൾ ഉത്തരവാദിത്തമുള്ളൊരു ഭർത്താവാണ്. വീരഭദ്രൻ കളിയാക്കുന്ന കേട്ട് വിബി അവൻ നോക്കി മുഖം കുറിപ്പിച്ചു. പോടാ, എന്റെ വൈദ്യുതി ഞാൻ ചളിയൊക്കെ പറയുന്ന വലിയ ഇഷ്ടമാണ്. ആള് പറയാം ചേട്ടൻ്റെ കോമഡിക്ക് ചേർത്തൊരു ബുക്ക് പ്രസിദ്ധീകരിക്കാന്ന്. ബാലരമയായിരിക്കും. കണ്ട ഗൗരി നിന്റെ കൂടെ കൂടിയതിനു ശേഷം നീയും ചെറുതായിട്ട് കോമഡി പറഞ്ഞു തുടങ്ങി. അതൊക്കെ പോട്ടെ, എന്റെ ദേവിയെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞ് മറന്നുപോയോ? ഭാര്യയും ഭർത്താവും മറന്നില്ല കണ്ണ. ഗൗരി സമ്മതിച്ചല്ലേ? സമ്മതിച്ചൊക്കെ ശരിയാ, പക്ഷെ അവളുടെ സ്വഭാവം നിനക്കറിയാലോ. എന്തെങ്കിലും നമ്പർ കാണിച്ചാൽ അവള് വലിയും. നീ പേടിക്കുക കണ്ണ. ഗൗരി കൊണ്ട് കളിപ്പിക്കുന്നതിന് നമ്മളെ ഏറ്റല്ലേ. നീ തയ്യാറായിരുന്നു. പിറ്റേന്ന് ക്ലാസ് കഴിഞ്ഞ് വീരഭദ്രൻ പറഞ്ഞിട്ട് എല്ലാവരും ബീച്ചിലേക്ക് പോയി. വീരഭദ്രൻ ഗൗരവത്തിലാണെന്ന് വിബി ശ്രദ്ധിച്ചിരുന്നു. ഗൗരിയുടെ മുഖത്ത് എന്തോ ഒരു വിഷമം പോലെ. കാർത്തുവും വൈദ്യു ഒരിടത്തിലും തകർത്ത് വർത്തവാനാണ്. വിഷ്ണുവും ഗൗരി അതിനടുത്തായിരുന്നു അവരുടെ സംസാരം കേട്ട് ചിരിക്കുന്നുണ്ട്. വിബി, നമുക്ക് കുറച്ച് നടക്കാം. ശരി വാ. കളിതമാശകൾ പറഞ്ഞിരിക്കുന്ന വൈദ്യുവിനെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് വിബി വീരഭദ്രന്റെ കൂടെ നടന്നു. എന്താ കണ്ണ, എന്നതിന്റെ പ്രശ്നം? ഒന്നുമില്ല, ദേവിയും വിഷ്ണുവും പഠിക്കാൻ വളരെ പുറകോട്ടാ. പറഞ്ഞു മടുത്തിയാണ്. ഇന്നും ടെസ്റ്റ് പേപ്പർ ഇട്ടപ്പോൾ 0. ഞാനൊന്ന് വഴക്ക് പറഞ്ഞു ദേവിയെ. അവളുടെ കണ്ണെറിഞ്ഞാണ്ട് വല്ലാത്ത വിഷമം. വീരഭദ്രൻ തിരിഞ്ഞ് ഗൗരിയെ നോക്കി. അവളുടെ മൂടിക്കെട്ടിയ മുഖം കണ്ട് പിന്നെ അവന്റെ നെഞ്ചു വിങ്ങി. രണ്ടും കൂടി ഒരുമിച്ച് നല്ല പ്രശ്നം. രണ്ടിനും കൂടി പിരിച്ചാലോ? അത് കേട്ട് വീരഭദ്രൻ ചിരിച്ചു. അത് വേണ്ട വിബി, അവരെപ്പോഴും ഒരുമിച്ച് നടക്കട്ടെ. അത് തീവ്രമായ കളങ്കമില്ലാത്ത സൗഹൃദ, ആർക്കും കിട്ടാത്തത്. അവരുടെ ഈ സൗഹൃദം കാണുമ്പോൾ എനിക്ക് പോലും അസൂയ തോന്നാറുണ്ട്. എന്നേക്കാൾ കൂടുതൽ സമയം അവരെപ്പോഴും ഒന്നിച്ച്. അപ്പോഴേക്ക് ഞാൻ ചിന്തിക്കുന്ന എന്താണെന്നറിയോ? വിഷ്ണുവിലായിരുന്നെങ്കിൽ ദേവിയുടെ അവസ്ഥ ഒരുപക്ഷെ അവൾ ജീവനോടെ കാണില്ലായിരിക്കും. ആ ഓർമ്മയിൽ തന്നെ അവൻ്റെ മനസ്സ് വേദനിച്ചു. അതുകൊണ്ട് അവരുടെ സൗഹൃദത്തിൽ ഒരിക്കലും ഞാൻ കൈകടത്തില്ല. പിന്നെന്തൊരു മാർഗം? അത് വിബി പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ വീരഭദ്രന്റെ ഫോൺ അടിച്ചു. വിബിയെ ഒന്ന് നോക്കിയ ശേഷം കയ്യിലിരുന്ന ഫോൺ അവൻ ചെവിയോട് ചേർത്തു. ഡാഡി, ഞാനിപ്പോൾ എങ്ങനെയാ? അത് ശരിയാവില്ല. ശരി, ഞാൻ വരണ്ട ഡാഡി. വീരഭദ്രൻ എന്തോ അനിഷ്ടത്തോടെ ഫോൺ കെട്ടിയത് പോക്കറ്റിലേക്ക് ഇട്ടു. എന്താടാ? ഗൗരിയുടെ ഡാഡിയാണ് വിളിച്ചത്. എന്താ പറഞ്ഞു? അവൻ്റെ മുഖത്ത് ആലോചന കണ്ട് വിബി സംശയത്തോടെ ചോദിച്ചു. എന്നോട് കാണണമെന്ന്, ബിസിനസ് എന്നെ ഏൽപ്പിക്കണമെന്ന്. വീരഭദ്രന്റെ മുഖം കണ്ടാൽ അറിയാം അവൻ്റെ ഇഷ്ടക്കുറവ്. എന്നാൽ അവന് നീ പോയി കണ്ടിട്ട് വാ. വിബിക്ക് അവൻ്റെ ഇഷ്ടക്കുറവ് മനസ്സിലായിരുന്നു. ഞാൻ പോയിട്ട് വരാം. നീ അവരെയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ. ദേവിയോട് പറഞ്ഞാൽ മതി. തിരിഞ്ഞവൻ്റെ ദേവിയെ ഒന്നുകൂടി നോക്കിയിട്ട് വീരഭദ്രൻ കാറിനടുത്തേക്ക് നടന്നു. ഗൗരി അവൻ പോകുന്നുണ്ടെങ്കിലും രാവിലെ കിട്ടിയ വഴക്കിന്റെ പരിഭവത്തിൽ മുഖം വീർപ്പിച്ച് തന്നെ ഇരുന്നു. അതെ മതി, വന്നേ, നമുക്ക് പോവാം. ഇത്തിരി ദൂരത്തുനിന്ന് വിബി വിളിച്ചു പറയുന്നേട്ട് 3 പേര് എഴുന്നേറ്റു. ഗൗരിയുടെ മുഖത്ത് കടുപ്പം കണ്ട് വിബി ചിരിയോടെ നിന്നു. വീരഭദ്രൻ പറയാതെ പോയതിന്റെ പിണക്കമാണെന്ന് അവന് മനസ്സിലായി. ഗൗരിയും വിഷ്ണുവും നിന്നേ. കാറിലേക്ക് കയറാൻ തുടങ്ങിയ ഗൗരി വിബിയുടെ മുഖത്ത് ഗൗരവം കണ്ട് അവിടെ തന്നെ നിന്നു. വിശുവും വിബി വിളിച്ചതറിയാൻ അവനെ നോക്കി നിന്നു. ഇന്ന് ടെസ്റ്റ് പേപ്പറിന് എത്ര മാർക്ക് രണ്ടുപേർക്കും? ഗൗരി പരിങ്ങിലോട് അവനെ നോക്കി. വിശുവും വിളറിയ മുഖത്തോടെ ചമ്മലോടെ നിന്നു. കാർത്തു മാർക്ക് അറിയുന്നത് അവനെ സംബന്ധിച്ച് നാണക്കേടാ. അത് 0. ഗൗരി തലവനിച്ചെന്നാണ് പറഞ്ഞത്. നിനക്ക് വിഷ്ണു? 0. ചമ്മലോടെ വിശു കാർത്തുവിനെ ഇടം കണ്ടിട്ട് നോക്കി. കാർത്തുവും വൈദ്യവും വാപ്പത്തി ചിരിയടക്കി നിന്നു. കാർത്തു, നിനക്കിന്ന് ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നല്ലോ, നിന്റെ മാർക്ക് എത്രയാ? വിബി കാർത്തുവിനോട് ചോദിക്കുന്നതായിട്ട് വിശു തലയിരുത്തി അവളെ കളിയാക്കാനായി അവസരം കാത്തു നിന്നു. എനിക്ക് ഫുൾ മാർക്കുണ്ട്. കാർത്തുവിന്റെ മറുപടി കേട്ട് വിഷ്ണു കണ്ണു തള്ളി. കണ്ടോ, അവൾക്കറിയാം അവളുടെ ഏട്ടൻ പഠിപ്പിക്കുന്ന കോളേജിൽ അവൾ നല്ലോണം പഠിച്ചില്ലെങ്കിൽ നാണക്കേട് അവളുടെ കണ്ണേട്ടനാണെന്ന്. ഗൗരി വീരഭദ്രന്റെ ഭാര്യയാണെന്ന് എല്ലാ സാറന്മാർക്കും അറിയാം. വിഷ്ണു എൻ്റെ ഭാര്യയുടെ ബ്രദറാണെന്ന്. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് തലകുരുത്തി നടക്കാൻ കഴിയില്ല. ഇനിയെങ്കിലും രണ്ടുപേരും പഠിക്കാൻ ശ്രമിക്കണം. ഗൗരിയും വിശുവും സമ്മതത്തോടെ തലവിളിക്കി. ഒന്നാമർത്തി മൂളിക്കൊണ്ട് വിബി കാറിലേക്ക് കയറി. പുറകെ മറ്റുള്ളവരും. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. വിബിയുടെ ഉപദേശം കൈനീട്ടി സ്വീകരിച്ച പോലെ ഗൗരിയും വിശുവും പിന്നെ അങ്ങോട്ട് പഠിത്തമായിരുന്നു. പണി കിട്ടിയത് വീരഭദ്രനായിരുന്നു. പഠിക്കാൻ വേണ്ടി ഗൗരി കാർത്തുവിന്റെ മുറിയിലേക്ക് താമസം മാറ്റി. വീരഭദ്രൻ രാത്രിയാകുമ്പോൾ കാർത്തുവിന്റെ വാതിലിന് മുമ്പിൽ വന്ന് പ്രതീക്ഷയോടെ നോക്കും. ഗൗരിപക്ഷം മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല.
എക്സാം തുടങ്ങിയതിൽ പിന്നെ വീരഭദ്രൻ അവളെ ശല്യപ്പെടുത്താനും പോയില്ല. ഒരു ദിവസം രാത്രി ഗൗരി ടേബിൾ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവച്ചു. കട്ടിൽ അവളെ തന്നെ നോക്കിയിരിക്കുന്ന വീരഭദ്രനെ നോക്കിയൊന്ന് പുച്ഛിച്ചു. കട്ടിൽ കിടന്ന ബെഡ്ഷീറ്റും എടുത്ത് പുറത്തേക്ക് നടന്നു. ദേവി വാതിൽ പുറത്തേക്ക് വെക്കാൻ തുടങ്ങിയ കാലുകൾ പിൻവലിച്ച് അവളും തിരിഞ്ഞു. എക്സാം തീർന്നല്ലോ അല്ലേ, ഇനി ഇവിടെ കിടന്നാ പോരെ? വേണ്ട, റിസൾട്ട് വന്നിട്ട് ഞാൻ ഈ മുറി കിടക്കും. വീരഭദ്രൻ ചാടി എണീറ്റ് അവൾ അകത്തേക്ക് വലിച്ച് വാതിലടച്ച് കുറ്റിയിട്ടു. നിനക്ക് എന്താടി വേണം ഇത്രയ്ക്ക് ദേഷ്യം? ഞാൻ പഠിക്കുന്നില്ല കംപ്ലൈൻറ്റ് പറഞ്ഞില്ലേ വിപിയേട്ടനോട്? അത് പിന്നെ ഞാനൊരു വിഷമം പറഞ്ഞല്ലേടി. ആകെ പോട്ടെ, എക്സാമുകൾ വന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയോ? ആയില്ലയുടെ അടുത്ത് പോയി നിന്നല്ലോ, അവിടെ ഒരു വലിയ വർത്താനായിരുന്നല്ലോ. ഗൗരിയുടെ കുശുമ്പണ്ട് വീരഭദ്രൻ ശരി വന്നു. അവള് നല്ല മിടുക്കിയല്ലേ, നല്ലവണ്ണം പഠിക്കുന്ന കുശ്. അപ്പൊ അതിനോട് കുറച്ച് സ്നേഹക്കാർക്കാനും തോന്നും. എരുതിയിൽ എണ്ണൊഴിക്കും പോലെയാണ് ഗൗരിയിൽ വീരഭദ്രന്റെ വാക്കുകൾ വന്ന് വീണത്. ഗൗരി ദേഷ്യത്തോടെ അവനെ കട്ടിലേക്ക് പിടിച്ച് തള്ളി. അവന്റെ പുറത്തു കയറിയെന്ന് കഴുത്തിലേക്ക് മുറുകെ പിടിച്ചു. ഇനി പറയൂ, അവിടെ ഇനി സ്നേഹം കാണിക്കോ? വീരഭദ്രൻ കള്ളച്ചിരിയോടെ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ഗൗരി ഒരു പെടച്ചിലോടെ എഴുന്നേൽക്കാൻ നോക്കിയിട്ടും വീരഭദ്രൻ പിടിവിട്ടില്ല. നീയില്ല പെണ്ണ് എനിക്ക് മതിയൊരോളം സ്നേഹിക്കാൻ. കൊതി കൂടിയാണ് പെണ്ണ് നിന്നോട് എനിക്ക്. അവന്റെ പ്രണയാർദ്രമായ വാക്കുകളിലും നോട്ടത്തിലും സ്പർശനത്തിലും ഗൗരി ഒന്ന് പിടഞ്ഞു. കണ്ണുകളിൽ നാണം പൂത്തപ്പോൾ കവിളുകൾ ചുവന്ന് തുടുത്തു. പരിഭവവും പിണക്കവും അവന്റെ തലോടിൽ അലിഞ്ഞില്ലാതായത് അവൾ അത്ഭുതപ്പെടുത്തി. എന്നാലും കപടമായ പരിഭവം മുഖത്ത് വരുത്തി വയറിലൂടെ എഴിഞ്ഞു നീങ്ങി അവന്റെ കൈകൾ ഗൗരി തട്ടിമാറ്റി. മാറിയില്ലേ നിന്റെ പിണക്കം? കുറച്ചു ദിവസമായിട്ട് ഞാൻ പട്ടിണിയില്ല. ഇനിയും നീ എന്റെ കാര്യം പരിഗണിച്ചില്ലെങ്കിൽ എനിക്ക് വട്ടുപിടിക്കുവേ. ചുണ്ടിലൂറിയ പുഞ്ചിരി മുഖത്തെ നാണവും മറക്കാൻ അവൾ പ്രയാസപ്പെട്ടു. വട്ടുപിടിച്ചോട്ടെ, എന്നാലും ആയില്ല. നീ നിർത്തി, അവിടെ ആയില്ല. കണ്ടോ ദേഷ്യം വരുന്നുണ്ടോ? ഇത്രയും നേരം എന്തൊരു സ്നേഹമായിരുന്നു. പിന്നില്ലാതെ മനുഷ്യൻ നല്ല മൂടിലായിരിക്കുമ്പോഴാണ് അവിടെ ഒരു കൂയില്ല. നിന്നെ ഞാൻ. അവളെ കട്ടിലേക്ക് വലിച്ചിട്ട് അവളുടെ മേലെ അവൻ കിടന്നു. അവളുടെ ചുണ്ടുകളിലേക്ക് എത്തുന്നവന്റെ നോട്ടത്തിൽ പ്രണയവും ആവേശവും നിറയുന്ന കണ്ട് ഗൗരിയുടെ കണ്ണുകൾ പിടഞ്ഞു. വീരഭദ്രൻ ആവേശത്തോടെ തന്നെ അവളുടെ ചുണ്ടുകൾ കവർന്നു. അവന്റെ ചൂടും പ്രണയവും അവളിൽ അനുഭൂതി നിറച്ചതും ചുമനത്തിൽ ലയിച്ച് സ്വയം മറന്ന അവന്റെ പ്രണയത്തിലേക്ക് അവളും അലിഞ്ഞു ചേർന്നു. രാത്രിയുടെ തണുപ്പിൽ പരസ്പരം ചൂട് പകർന്നു നൽകി അവർ തീവ്രമായി പ്രണയിച്ചു. അവന്റെ പ്രണയ ചുംബനങ്ങൾ അവളിലെ പ്രണയിനിയെ തളർത്തി കളഞ്ഞു. അവന്റെ ചുണ്ടിലെ തണുപ്പ് ശരീരത്തിൽ മുഴുവൻ പടരുന്ന് തളർച്ചയിലും അവളെ കോരിത്തരിപ്പിച്ചു. അവളിലേക്ക് ആഴ്ന്നിറങ്ങിയ അവന്റെ പ്രണയം പിന്നെയും പിന്നെയും അവളിലേക്ക് അവൻ പകർന്നു കൊടുത്തു. വിയർപ്പ് പൊടിഞ്ഞ തന്റെ പ്രാണന്റെ നെറ്റിയിൽ ഒരു പ്രണയ ചുംബനം നൽകി ഒരു കിതപ്പോടെ അവൻ അവളെ ചേർത്തു പിടിച്ചു. പിന്നെയുള്ള ദിവസങ്ങൾ അവരുടെ പ്രണയദിനങ്ങളായിരുന്നു. പകൽ വെട്ടത്തിലുണ്ടാകുന്ന പരിഭവങ്ങളും പിണക്കങ്ങളും എല്ലാം രാത്രിയിൽ ഒരു പുതപ്പിനടിയിലെ ചൂടിൽ അവരെ അലിയിച്ച് കളഞ്ഞു. പരീക്ഷയുടെ റിസൾട്ട് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്തറിഞ്ഞ് നോക്കാമെന്നാണ് വിഷ്ണുവും ഗൗരിയും. ആയില്യ ദേഷ്യത്തിൽ കണ്ണുരുട്ടി അവരെ കടന്നുപോയി. അവളുടെ വീർത്ത് കെട്ടിയ മുഖം കണ്ട് ഗൗരിയും വിഷ്ണുവും മനസ്സിലാവാതെ പരസ്പരം നോക്കി. കാർത്തു ഓടി വന്ന് ഗൗരിയെ കെട്ടിപ്പിടിച്ചു. ഗൗരിയാ ഫസ്റ്റ് പൊസിഷനിൽ. ഗൗരി സന്തോഷത്തോടെ കാർത്തുവിനെ തിരികെ കെട്ടിപ്പിടിച്ചു. എന്റെ ഗൗരിക്കുട്ടിക്ക് വിശുവിന്റെ വക ചക്കര ഉമ്മ. വിഷ്ണു അവളെ ചേർത്ത് പിടിച്ച് നെറ്റിൽ സന്തോഷത്തോടെ ഒരു ഉമ്മ കൊടുത്തു. പക്ഷേ ഗൗരിയുടെ കണ്ണുകൾ ചുറ്റും ആരൊക്കെയോ തിരഞ്ഞുകൊണ്ടിരുന്നു. കാത്തിരുന്ന് കിട്ടിയ പോലെ ആ കണ്ണുകൾ വിടർന്നു. വീരഭദ്രന്റെ മുഖം കണ്ടാൽ മനസ്സിലാവും അവൻ അത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന്. വീരഭദ്രൻ ദൂരെ നിന്നുകൊണ്ട് അവൾക്ക് ഉമ്മ കൊടുക്കുന്ന പോലെ ചുണ്ടുകൾ കൂർപ്പിച്ച് കാണിച്ചു. ഗൗരിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു കൊടുത്തു. ആർട്സ് ഡേയുടെ ദിവസങ്ങൾ അടുക്കും തോറും ഗൗരിക്ക് പേടിയായി. ചിലങ്ക കയ്യിലെടുക്കുമ്പോൾ മനസ്സിൽ അവളുടെ ടീച്ചറുടെ അലറിക്കരച്ചിൽ മാത്രം മുഴങ്ങി കേട്ടു. അവളുടെ നടനം കാണാൻ കാത്തിരിക്കുന്ന വീരഭദ്രനെ ഓർത്തപ്പോൾ അവളുടെ പേടി അവൾ മറച്ചു വെച്ചു. പ്രാക്ടീസ് ചെയ്യുമ്പോഴും മനസ്സിൽ മുഴങ്ങി കേൾക്കുന്ന നിലവിളി അവളെ തളർത്തിക്കൊണ്ടിരുന്നു. ഇതൊന്നും അറിയാതെ തന്നെ ദേവിയുടെ നൃത്തം കാണാൻ ദേവനും കാത്തിരുന്നു. വൈകുന്നേരം ഗൗരിക്കുള്ള പാലുമായി സരോജിനിയും എത്തിയപ്പോൾ ചിലങ്കയും വെച്ച് ആലോചിച്ചിരിക്കുകയാണ് ഗൗരി. എന്താ മോളെ, എൻ്റെ മോളുടെ മൊത്തം എന്തൊരു വിഷമം? സരോജിനി അമ്മ വാത്സല്യത്തോടെ അവിടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഗൗരി ആ കൈകൾ കവിളിൽ ചേർത്ത് പിടിച്ച് അമ്മയുടെ മടിയിലേക്ക് കിടന്നു. ഒരമ്മയുടെ സ്നേഹം അനുഭവിക്കുന്നതന്നെ ഇവിടെ നിന്നാണ്. ഇതുവരെ തന്നെ ഒരു മരുമകളായി കണ്ടിട്ടില്ല. മകളായിരുന്നു, അല്ല ഒരു കൂട്ടുകാരി. ഓർത്തപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളെ നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ കളിക്കണ്ട, അമ്മ പറയാൻ കണ്ണിനോട്. മതിയോ? കുറച്ച് നിമിഷങ്ങൾ മൗനമായി കടന്നുപോയി. വേണ്ടമ്മേ, പ്രിവിയേട്ടൻ്റെ ടീച്ചർ ഉപദ്രവിച്ചപ്പോൾ നിസ്സഹായി നിന്ന് ഞാനും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. അവസാനം ഭ്രാന്ത ആശുപത്രിയുടെ ഏതോ മുറിയിൽ ടീച്ചറുടെ ജീവിതം തളക്കപ്പെട്ടു. ചിലങ്ക കയ്യിലെടുക്കുമ്പോൾ അവരുടെ നിലവിളി ചെവിയിൽ മുഴങ്ങി കേൾക്കുക. ശൂന്യമാവുക മനസ്സ് മുഴുവനും. അവളുടെ സങ്കടം എത്രത്തോളം ആഴത്തിലാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അതൊക്കെ മറന്നുകളെ, അതിനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും. എല്ലാവരും ഒറ്റപ്പെടുത്തിയില്ലേ, ഒന്നും ഇല്ലാതായില്ലേ, ഇപ്പം എവിടെയാണെന്ന് ആർക്കറിയാം. അമ്മയുടെ വാക്കുകൾ ആശ്വസിപ്പിച്ചെങ്കിലും ആ നിലവിളി അവളുടെ ചെവിയിൽ അപ്പോഴും മുഴങ്ങി കേട്ടു. മോളെ എഴുന്നേക്ക്, ഈ പാല് കുടിക്ക്, എന്നിട്ട് മുറി പോയി കിടക്ക്. ഇനി പ്രാക്ടീസ് ചെയ്യണ്ട. എൻ്റെ കുഞ്ഞാകെ ക്ഷീണിച്ചു പോയി. സ്നേഹത്തോടെ ശാസിച്ചുകൊണ്ട് അവർ ഗൗരി എഴുന്നേൽപ്പിച്ചു.
പാൽ ഗ്ലാസ് ചുണ്ടോട് ചേർക്കുമ്പോഴാണ് വീരഭദ്രനെ കുറിച്ച് അവൾ ഓർത്ത്. അമ്മേ, കണ്ണേട്ടം വന്നോ? ഇല്ല മോളെ, കുറച്ചു മുമ്പ് അമ്മ വിഷ്ണുവിനെ കൊണ്ട് വിളിപ്പിച്ചിരുന്നു. കുറച്ച് കഴിയുമ്പോൾ എത്തും. മഹേന്ദ്രനും രേണുകയൊക്കെ വിപിയുടെ വീട്ടിലേക്ക് താമസം മാറിയതല്ലേ. വിപിക്ക് എത്ര സാധനങ്ങൾ വാങ്ങിച്ചിട്ടും മതി വരുന്നില്ലെന്ന്. പാവം, ഒറ്റപ്പെട്ട് ജീവിച്ചാലേ. വീട്ടിൽ ആൾ വരുമ്പോൾ അവന് ഒരുപാട് സന്തോഷമായി കാണാം. അവരിൽ നിന്നൊരു നെടുവീർപ്പ് ഉയർന്നു. വൈദ്യുവിൻ്റെയും വിപിയുടെയും കാര്യത്തിൽ ഗൗരിക്കും ആശ്വാസമായി. അമ്മ തന്നെ ഗൗരിയെ മുറിയിൽ കൊണ്ടാക്കി കട്ടിൽ കിടത്തി പുതച്ചു കൊടുത്തു. നെറ്റിയിൽ വാത്സല്യത്തോടെ ഒരു ഉമ്മ കൊടുത്ത് പുറത്തേക്ക് പോയി. ഉച്ച മുതലുള്ള പ്രാക്ടീസിന്റെ ക്ഷീണം കാരണം ഗൗരി വേഗത്തിൽ ഉറങ്ങിപ്പോയി. കാർത്തു, എത്ര കാലമായിട്ട് ഞാൻ നിന്റെ പുറകെ നടക്കുന്നു. നിനക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ അഭിനയിക്കുന്ന ഒന്നും അറിയില്ലെന്ന്. കാർത്ത് ഗൗരവത്തോടെ തന്നെ മൗനമായി നിൽക്കുന്നുണ്ട്. വിഷ്ണുവിന് ദേഷ്യം കൂടി. ശരി, ഞാൻ തുറന്നു പറയാം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടാൻ ആഗ്രഹമുണ്ട്. നിനക്കെന്നെ ഇഷ്ടമാണോ? കാർത്തുവിന്റെ കണ്ണുകൾ വിടുന്നെങ്കിലും പെട്ടെന്ന് തന്നെ അവളുടെ മുഖം മങ്ങി. ആ നേരം വിഷ്ണുവിന്റെ മുഖവും മങ്ങി. എന്താ കാർത്തു, ഇഷ്ടമല്ലേ? അവളുടെ മൗനം അവനെ ഒന്ന് പൊള്ളിച്ചു. ഇഷ്ടമില്ലായ്മ മുഖത്തില്ലെങ്കിലും എന്തോ ഒന്ന് അവളിൽ കരടായുണ്ടെന്ന് അവൻ ഉറപ്പിച്ചു. ശരി, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ കാത്തിരിക്കാം. പിന്നെയും മൗനം കണ്ട് അവൾ വീർപ്പ് മുട്ടിച്ചപ്പോൾ വിഷ്ണു നിരാശയോടെ തിരിഞ്ഞു നടന്നു. വിഷ്ണു? കാർത്തുവിന്റെ ശബ്ദത്തിൽ അവൻ വേഗം തന്നെ തിരിഞ്ഞു നോക്കി. അത്രയും അവൻ ആഗ്രഹിച്ചിരുന്നു അവളുടെ വാക്കുകൾക്കായി. പക്ഷെ അവളുടെ മുഖത്തെ ഗൗരവം പിന്നെയും അവനെ നിരാശനാക്കി. എനിക്കറിയില്ല. അവളുടെ പൂർത്തിയാവാത്ത വാക്കുകൾക്ക് മുമ്പിൽ വിഷ്ണു മുഖം ചുളിച്ചു. എൻ്റെ ഏട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛനുണ്ടാക്കിയ കടം വീട്ടാൻ, എന്നെയും അമ്മയും പട്ടിണിയാകാതിരിക്കാൻ. എനിക്കൊരു കുറവ് വരുത്താൻ എന്നെ പൊന്നുപോലെ നോക്കിയേട്ടൻ. ഏട്ടൻ പറയുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ വിഷ്ണു. അതിന് ആരെയായാലും. അതുകൊണ്ട് വിഷ്ണു എന്നെ മറന്നേക്കൂ. വാക്കുകൾ കൊണ്ട് അവൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച് അവൾ വേദനയോടെ തിരിഞ്ഞു നടന്നു. കണ്ണുകൾ നിറച്ച് നിരാശയോടെ വിഷ്ണു മുറിയിലേക്ക് പോയി. ഇതെല്ലാം കേട്ടുകൊണ്ട് അവരുടെ പുറകിൽ നിന്ന് വീരഭദ്രനെ കാണാതെ അറിയാതെ താങ്ങാനാവാത്ത ഹൃദയഭാരവുമായി വീരഭദ്രൻ മുറിയിലേക്ക് കയറി. ഉറങ്ങിക്കിടക്കുന്ന ഗൗരിയുടെ നിഷ്കളങ്കമായ മുഖം കണ്ടതും കുറച്ച് സമാധാനം കിട്ടിയതുപോലെ അവന് തോന്നി. ഗൗരിക്കും കാർത്തിവിനുമായി വാങ്ങിയ സാധനങ്ങളുടെ കിറ്റ് ടേബിളിലേക്ക് വെച്ച് അവൻ കട്ടിലേക്ക് ഇരുന്നു. ഗൗരിയുടെ തലയിൽ സ്നേഹത്തോടെ ഒന്ന് തലോടി. അവളൊന്ന് കുറുകിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. മനസ്സ് മുഴുവൻ നേരത്തെ സാക്ഷ്യം വഹിച്ച നിമിഷങ്ങളിലൂടെ വട്ടം കറങ്ങുകയാണ്. വിഷ്ണുവിന് കാർത്തുവിന് ഇഷ്ടമാണോ, അതോ പ്രായത്തിന്റെ പക്വതയില്ലായ്മയിൽ തോന്നിയ നേരം പോക്കാണോ? വിഷ്ണു, അത് ശരിയാവോ? കാർത്തു പാവല്ലേ? ഇനി അവൾക്കും അവന് ഇഷ്ടമാണോ? ചോദ്യവും ഉത്തരവും അവൻ തന്നെ തിരഞ്ഞുകൊണ്ടിരുന്നു. തീരുമാനമെടുക്കേണ്ടത് ഞാനാണ്. തെറ്റുപറ്റി പോകരുത്. എൻ്റെ കാർത്തു പാവമാണ്. ഒന്നും സഹിക്കാൻ കഴിയില്ല അവൾക്ക്. അച്ഛൻ്റെ സ്ഥാനമാണ് എനിക്കിപ്പോൾ. എൻ്റെ തീരുമാനം പിന്നീട് ഒരിക്കലും അവളുടെ കണ്ണുകൾ നനയിക്കേണ്ടി വരരുത്. എന്തോ ആലോചിച്ചുറപ്പിച്ച പോലെ വീരഭദ്രൻ ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. രാവിലെ ഗൗരിയെ കാണാൻ തിരക്കി നടക്കുകയാണ് വീരഭദ്രൻ. വിഷ്ണുവിന്റെ മുറിയിൽ നിന്ന് ശബ്ദം കേട്ടുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പോയി. നൃത്തം ചെയ്യുകയായിരുന്നു അവന്റെ ദേവി. അവളുടെ കണ്ണുകളിൽ വിരിയുന്ന ഭാവങ്ങളിലൊക്കെയും പരമേശ്വരനോടുള്ള പാർവതിയുടെ പ്രണയമായിരുന്നു. വിഷ്ണു വീരഭദ്രനെ കണ്ടപ്പോൾ തന്നെ ബഹുമാനത്തോടെ എഴുന്നേറ്റു. വിഷ്ണുവിന്റെ മുഖത്ത് പുഞ്ചിരിയുണ്ടെങ്കിലും കണ്ണുകളിൽ വിഷാദമായിരുന്നു. നൃത്തത്തിൽ ലയിച്ചു നിന്ന ഗൗരി പെട്ടെന്ന് വീരഭദ്രനെ കണ്ട് ചമ്മലോടെ വിഷ്ണുവിന്റെ പുറകിലൊളിച്ചു. അവളുടെ അരികിൽ ചെന്ന് അവളെ വാരി പുണരാൻ വീരഭദ്രൻ ഒരുപാട് മോഹിച്ചു. ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്ന അമ്മ അന്വേഷിക്കുന്നതിന് രണ്ടാളെയും. വിഷ്ണു ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. അവനെ പറ്റിച്ചേർന്ന് ഗൗരിയും നടന്നു. വീരഭദ്രൻ കുസൃതിയോടെ അവളെ ഒളിഞ്ഞു നോക്കുന്ന കണ്ട് വിഷ്ണു പെട്ടെന്ന് അവളുടെ മുന്നിൽ നിന്ന് മാറി. ഗൗരി അവന് മുന്നിൽ അകപ്പെട്ടു പോയി. വിഷ്ണു പോയിക്കോ, ഞാൻ ദേവിയും കൊണ്ട് വന്നോളാം. നടക്കട്ടെ, ഞാൻ കട്ടുമ്പാന്നില്ലേ? വിഷ്ണു കളിയാക്കിയതുപോലെ പറയുന്ന കേട്ട് വീരഭദ്രൻ കൈയെടുത്ത് അവനെ കളിയാക്കി തല്ലാനും വാങ്ങി. വിഷ്ണു ചിരിച്ചുകൊണ്ട് താഴേക്ക് ഓടി. വീരഭദ്രൻ തിരിഞ്ഞു തന്നെ നോക്കി നിൽക്കുന്ന ഗൗരിയെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നു. പ്രണയാർദ്രമായി അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ചു. ഒരു കറക്കത്തിലൂടെ അവന്റെ നെഞ്ചിലേക്ക് അവൾ വീണു. നാണത്താൽ പൂത്തുളഞ്ഞ അവളുടെ സുന്ദരവദനത്തെ അവന്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ച് അവൾ സിണുങ്ങി. എന്റെ പെണ്ണെ, ഇത്രയേറെ മയക്കം നീ എന്ത് സൂത്രടി കാണിക്കുന്നു? അറിയില്ല ദേവി, പറഞ്ഞു തരാൻ. എൻ്റെ നെഞ്ചിടിപ്പിൽ പോലും നിന്റെ പ്രണയമാണ്. എൻ്റെ ശ്വാസത്തിലും പ്രാണനിലും നിറഞ്ഞു നിൽക്കുന്നത് എങ്ങനെയാണ് ദേവി? അവളെ പുണർന്നുകൊണ്ട് ഗൗരിയുടെ മുഖം മുഴുവൻ അവൻ ചുംബനങ്ങളാൽ മൂടി. അവളുടെ കണ്ണുകളിലും പ്രണയമായിരുന്നു. പരമേശ്വരനോടുള്ള പാർവതിയുടെ പ്രണയം. അകന്നു മാറാൻ ആഗ്രഹിക്കാതെ അവർ പരസ്പരം കെട്ടിപ്പുണർന്നു. ദേവി, താഴേക്ക് വാ, വിശക്കുന്നില്ലേ? ചിനിങ്ങളോട് അവളൊന്ന് മൂളി. അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലേക്ക് പോയാലോ? ഗൗരി മുഖം കൂർപ്പിച്ച് അവനെ നോക്കി. വേണ്ട അണ്ണേട്ടാ, താഴെ എല്ലാവരും നോക്കിയിരിക്കും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലടി കള്ളിപ്പെണ്ണേ, ഓ അണ്ണേട്ടാ. അവൾക്ക് അപട പരിഭവത്തിൽ അവനെ നെഞ്ചിലേക്ക് ഇടിച്ച്. ശരി, ഇപ്പൊ താഴെ പോ. കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും നമ്പർ കാണിച്ച് റൂമിലേക്ക് വന്നേക്കണം. കോതിയായിട്ട് പാടിലടി നിന്നിൽ അലിയാൻ. വഷളം കാമദേവൻ. അവനെ പിടിച്ച് മുന്നോട്ട് തള്ളി ചിരിയോടെ അവൾ താഴേക്ക് ഓടി.
വീരഭദ്രനും ചിരിയോടെ അവിടെ പുറകെ പോയി. എല്ലാവരും കഴിക്കാനിരുന്നപ്പോഴാണ് വിപിയും വൈദവും കൂടി വന്നു. പിന്നെ അവരും കഴിക്കാനിരുന്നു. അമ്മേ 2 കഷ്ണം പുട്ടുകൂടിയും കൊട്ടിട്ടെ. പാത്രത്തിൽ നിന്ന് പുട്ട് വായിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് വിപി ചോദിക്കുന്ന കേട്ട് വൈദവനെ മുഖം കൂർപ്പിച്ച് നോക്കി. എന്താണ് ഈ നോക്കുന്നത്? ഞാൻ കഴിക്കുന്ന നീ കണ്ടിട്ടില്ലേ? കണ്ടു. രാവിലെ വീട്ടിൽ നിന്ന് 10 ദോശ കുത്തിക്കയറ്റി വന്ന മനുഷ്യനാ, അതുകൊണ്ട് നോക്കിപ്പോയതാണേ, ക്ഷമി. വൈദു അവന് നേരെ കൈകൂപ്പി പറയുന്നേട്ട് എല്ലാവരും ചിരിച്ചു. വിഷ്ണു മുഖമുയർത്താതെയാണ് ഇരുന്നത്. കാർത്തു ഇടം കണ്ടാൽ അവനെ നോക്കുന്നുണ്ടായിരുന്നു. വിഷ്ണുവിന്റെ ഒരു നോട്ടം പോലും അവിടെ നേർക്ക് ചെന്നിരുന്നില്ല. അമ്മേ, ബീബിയുടെ പ്ലേറ്റിലേക്ക് പുട്ടിട്ട് കൊടുത്തിട്ട് സരോജിനിയമ്മ വീരഭദ്രനെ ചോദ്യഭാവത്തിൽ നോക്കി. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ അവന്റെ നേർക്കായി. കാർത്തുവിനൊരു കല്യാണാലോചന. ചെറുക്കിന് ബിസിനസ്സാ. ചെറുക്കിനും കൂട്ടി അടുത്ത ഞായറാഴ്ച കാണാൻ വരുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചിരുന്നു. കാണാനും കൊള്ളാം, സ്വഭാവം നല്ലതാ. വിഷ്ണുവിന് നെഞ്ചിലൂടെ ഒരു മിന്നൽ പോലെ എന്തോ പാഞ്ഞു പോയതുപോലെ തോന്നി. കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെ അവൻ തലയൊന്ന് കുടഞ്ഞു. തീപ്പൊരി വീണ ആളിക്കത്തിയ പോലെ അവന്റെ നെഞ്ച് ചുട്ടുപൊള്ളി. എത്ര നിയന്ത്രിച്ചിട്ടും നിറഞ്ഞ കണ്ണുകളിൽ അവൻ തിരിച്ചറിഞ്ഞിരുന്നു കാർത്തുവിനെ അവൻ അത്രമേൽ സ്നേഹിച്ചിരുന്നെന്ന്. കാർത്തുവിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇഷ്ടമായിരുന്നു. പക്ഷേ ചേട്ടനെ ധിക്കരിക്കാൻ കഴിയില്ലല്ലോ. ഗൗരിയുടെ മുഖത്തെ ഞെട്ടലാണ് വീരഭദ്രനെ അസ്വസ്ഥനാക്കിയത്. അപ്പൊ ദേവിക്കും അറിയായിരുന്നോ ഇവരുടെ പ്രണയം? എന്നിട്ട് എന്നോട് നീ പറഞ്ഞില്ല? ആണോ? നല്ല കാര്യം. നീ അതാണ് വരാൻ പറഞ്ഞ്? വിപിയുടെ വാക്കുകളാണ് വിഷ്ണുവിനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. അമ്മയുടെ അഭിപ്രായം ചോദിച്ചിട്ട് മുന്നോട്ട് പോകാന്ന് വെച്ചു. വീരഭദ്രൻ മറുപടിക്കായി സരോജിനിയമ്മയുടെ മുഖത്തേക്ക് നോക്കി. മോൻ തീരുമാനിച്ചാൽ മതി. നിന്റെ തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നില്ലേ മോനെ? അമ്മയ്ക്ക് സമ്മത. സരോജിനി അമ്മ പറഞ്ഞെങ്കിലും ഇടങ്കണ്ണാലെ വിഷ്ണുവിനെ നോക്കി. അവന്റെ മുഖത്തെ വിഷമം അവർക്ക് മനസ്സിലായി. പക്ഷേ കണ്ണന്റെ തീരുമാനമാണ് പ്രധാനം. നീ കണ്ടിട്ടുണ്ടോ പയ്യന്? ഇല്ല വിപി, അവർ ഫോട്ടോ കാണിച്ചു തന്നു. ആളിവിടെ ഇല്ല, പുറത്താ. ഈ ആഴ്ച വരും. ആഹാ, അപ്പൊ നമ്മുടെ കാർത്തുവിനും കല്യാണമായല്ലേ? വൈദുവിന്റെ വാക്കുകൾ വിഷ്ണുവിന്റെ ഹൃദയത്തിലേക്കാണ് തുളച്ച് കയറിയത്. പാടില്ല, എന്റെ സ്നേഹം ഞാൻ മറന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഗൗരിയുടെ ജീവിതത്തെ അത് ബാധിക്കും. കഴിച്ചത് മതിയാക്കി പുഞ്ചിരിയോട് അവൻ എഴുന്നേറ്റു. കാർത്തുവുമായി കണ്ണുകൾ ഉടക്കിയപ്പോൾ അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഒരേങ്ങൾ മനസ്സിൽ വരുന്നെങ്കിലും അതവൻ പുഞ്ചിരിയാക്കി മാറ്റി മുകളിലേക്ക് കയറിപ്പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.